Hi friends, this is Dr. Anugraha here. So today's topic is Samter'S Triad. I'm sure you guys know about it. It's very important for all of your exams. Samter'S Triad in vachala, it consists of asthma, nasal polyp and aspirin sensitivity. See guys, if you see in simple terms, what is Samter'S Triad? If a person, okay, ഒരാൾക്ക് ആസ്മയുണ്ട്, അയാൾക്ക് നേസൽ പോളിപ്പ് ഉണ്ട് എങ്കിൽ ഇങ്ങനത്തെ ഒരാൾ ആസ്പിരിൻ എടുത്താൽ, ആസ്പിരിൻ എന്താണ്? ദാറ്റ് ഈസ് എ നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്, അറിയാലോ, എൻസൈഡ് ആണ്. സോ ഇങ്ങനത്തെ ഒരാൾ, ആസ്മയും നേസൽ പോളിപ്പും ഉള്ള ഒരാൾ ആസ്പിരിൻ എടുത്താൽ അയാളുടെ റെസ്പിറേറ്ററി ഡിസ്കംഫർട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻ സിമ്പിൾ ടേംസ് ഇഫ് യു ആസ്ക് മീ വാട്ട് ഇസ് Samter'S Triad. സോ ഇതിൻ്റെ ഫിസിയോളജി ബിഹൈൻഡ് ഇറ്റ്, ഓക്കെ, ബിഫോർ ദാറ്റ് ഈ കോഡ് പഠിച്ചു വെക്കുക. In case exam സമയത്ത് if you get confused, Samter'S Triad, you will remember it as Samter'S Triad. എന്താണ്? Samter'S Triad. Okay, and you will read it from here. NAS stands for nasal polyp. Okay, and then you will take this AS, that is asthma. Again you will take this AS, that's for aspirin sensitivity. Okay, now let's talk about a normal person. Okay, a normal person's physiology ആദ്യമേ സംസാരിച്ചിട്ട് I'll come to Samter'S Triad. What is arachidonic acid, guys? എന്താ സംഭവം? See, arachidonic acid അതൊരു ഫാറ്റ് മോളിക്യൂൾ ആണ്. നമ്മുടെ omega-6 fatty acid ആണ്. It is a fat molecule. എവിടെയാണ് arachidonic acid present? It is present in most of the cells of our body, like neutrophils, usually WBCs, okay, neutrophils, eosinophils, platelets, brain cells. Now, ഇതിൻ്റെ ഫംഗ്ഷൻ എന്തിനാണ് ഞാൻ പാരാക്കിഡോണിക് ആസിഡിനെ പറ്റി പറയുന്നതെന്ന് അറിയോടാ? സി, ഈ ഫാറ്റ് മോളിക്യൂൾ വേർ ഇസ് ഇറ്റ് ലൊക്കേറ്റഡ്? അത് എവിടെയാണ്? ഈ സെൽസിൻ്റെ, ഈ ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസിൻ്റെ ഒക്കെ സെൽസിൻ്റെ സെൽ മെംബ്രെയിനിലാണ് നമ്മുടെ അരാക്കിഡോണിക് ആസിഡ് ഇരിക്കുന്നത്, കേട്ടോ. അരാക്കിഡോണിക് ആസിഡ് എവിടെയാണ്? റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ ഓഫ് മോസ്റ്റ് ഓഫ് അവർ സെൽസ്. ഓക്കെ, now whenever there is infection, ഇപ്പം നമുക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ സമയത്തൊക്കെ what happens, no? ഈ അരാക്കിഡോണിക് ആസിഡ് ഉണ്ടല്ലോ, ഈ സെൽ മെംബ്രെയിനിലുള്ള, സെൽ മെംബ്രെയിൻ ഇസ് വാട്ട് ഗൈസ്? ഫോസ്ഫോലിപ്പിഡ്സ് ആണ് സെൽ മെംബ്രെയിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡ്സിനകത്താണ് നമ്മുടെ അരാക്കിഡോണിക് ആസിഡ് ഇരിക്കുന്നത്. whenever there is an injury, ഒരു കട്ടുണ്ടായി അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു അലർജി ഉണ്ടാവുന്ന സമയത്ത് ഈ അരാക്കിഡോണിക് ആസിഡ് എന്ത് ചെയ്യുമെന്നറിയോ? It gets lysed by an enzyme called as phospholipase A2. See this arachidonic acid, this molecule, it gets lysed and ഈ സെല്ലിൻ്റെ അകത്തേക്ക് arachidonic acid വരും. ഏത് സെല്ലും ആയിക്കോട്ടെ, ഈ സെല്ലിൻ്റെ അകത്തേക്ക്, ആ സൈറ്റോപ്ലാസത്തിലേക്ക് വരും. നിയർ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ആ സൈറ്റ്സിലേക്കൊക്കെ ഈ ഫാറ്റ് മോളിക്യൂൾ വരും. ഓക്കെ, അതിനുശേഷം ദിസ് arachidonic acid, ഓക്കെ, സെൽസിനകത്ത് രണ്ട് പാത്വേയിലേക്ക് പോകും. ഓക്കെ, ദിസ് അരാക്കിഡോണിക് ആസിഡ് എന്ത് ചെയ്യടാ? ഇറ്റ് ഗോസ് ഇൻ ടു 2 pathways ഇൻസൈഡ് ദ സെൽ. ഞാൻ പറയുന്നത് ഒരു ഇൻഫെക്ഷൻ ആവുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ സെല്ലിനകത്ത് ചെന്നിട്ട് ഈ അരാക്കിഡോണിക് ആസിഡ് 2 പാത്വേയിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പാത്വേ ആണ്, ഓക്കെ, ദാറ്റ്സ് കോൾഡ് ആസ് കോക്സ് പാത്വേ. എന്താ കോക്സിൻ്റെ അർത്ഥം? Cyclooxygenase pathway. Okay, and the second pathway is LOX pathway, that is lipooxygenase pathway. Very simple, COX pathway, LOX pathway. So arachidonic acid ഈ രണ്ട് പാത്വേയിലും പോകും. ആൻഡ് കോക്സ് പാത്വേയിൽ കൂടെ പോകുന്ന arachidonic acid പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആയിട്ട് മാറും. ഓക്കെ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആർ ഫോംഡ്. ഈ കോക്സ് പാത്വേയിൽ കൂടെ പോകുന്ന അരാക്കിഡോണിക് ആസിഡ് എന്തായിട്ട് മാറും? പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആയിട്ട് മാറും. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്താണ്? സി, ലോട്ട് ഓഫ് ഫങ്ഷൻസ് ഉണ്ട് നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്. എന്നാൽ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പറഞ്ഞ മോളിക്യൂള് ദേ ആർ ആൻറ്റി ഇൻഫ്ലമേറ്ററി. ഇപ്പം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്ന് ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ വേറെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ വേസോ കൺസ്ട്രക്ഷൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ വേസോ ഡൈലറ്റേഷൻ, പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ക്ലോട്ട് ഫോർമേഷൻ. ഒരു ഇഞ്ചുറി വന്നാൽ ഓക്കെ, അവിടെ ക്ലോട്ട് ഫോർമേഷൻ ചെയ്യാനായിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ ബോഡി ടെമ്പറേച്ചർ. ലൈക്ക് ലെറ്റ്സ് സേ ഒരാൾക്കൊരു ഇൻഫെക്ഷൻ ആയി, ഓക്കെ, ആ സമയത്ത് എന്താ? യൂഷ്വലി പീപ്പിൾ ഗെറ്റ് ഫീവർ, റൈറ്റ്? അപ്പോൾ ഫീവർ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെൽസ് ആക്ടിവേറ്റഡ് ആവും. അവർ വിചാരിക്കും എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ ബോഡിയിൽ. അപ്പോൾ ഇമ്മ്യൂൺ സെൽസ് ആക്ടിവേറ്റഡ് ആയിട്ട് ആ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് വാട്ട്? ലൈക്ക് ദ ഫയർ ഫൈറ്റേഴ്സ്, റൈറ്റ്?
they protect our body. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ ഫംഗ്ഷൻസ് മനസ്സിലായി. ആൻഡ് അരാക്കിഡോണിക് ആസിഡ് ഞാൻ പറഞ്ഞു അടുത്ത പാത്വേ എന്താണെന്ന് അറിയോ, ലോക്സ് പാത്വേ ആണ്. ഈ ലോക്സ് പാത്വേയിൽ കൂടെ പോകുന്ന അരാക്കിഡോണിക് ആസിഡ് ഫോംസ് വാട്ട് യു നോ, ഇറ്റ് ഫോംസ് എ മോളിക്യൂൾ കോൾഡ് ആസ് ല്യൂക്കോട്രൈൻസ്. എന്താടാ? ല്യൂക്കോട്രൈൻസ്. ഓക്കെ, ഈ ല്യൂക്കോട്രൈൻസിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് കോസസ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. ഇറ്റ് കോസസ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. ഇപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ? സി ബേസിക്കലി പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണെങ്കിലും ല്യൂക്കോട്രൈൻസ് ആണെങ്കിലും ദേ ഹെൽപ്പ് അവർ ബോഡി ഓർ ദേ പ്രൊട്ടക്റ്റ് അവർ ബോഡി അഗേൻസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ, ഇഞ്ചുറി, സ്ട്രെസ് ആൻഡ് ഓൾ. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കും സി ല്യൂക്കോട്രൈൻസ് ഉണ്ടായാൽ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നു, അതെങ്ങനെയാണ് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? സി ലെറ്റ്സ് സേ ഒരു അലർജി ഉള്ള ഒരാൾ ഡസ്റ്റി റൂമിലേക്ക് ചെന്നാൽ അയാൾ സ്നീസ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ആ സമയത്ത് ഞാൻ പറഞ്ഞു അലർജി, ഇൻഫെക്ഷൻ, സ്ട്രെസ്, ഈ സമയത്തൊക്കെ എന്താണ് അരാക്കിഡോണിക് ആസിഡ്സ് ഈ രണ്ട് പാത്വേയിലും കൂടെ പോകും. ഓക്കെ, അപ്പോൾ ഈ ല്യൂക്കോട്രൈൻസ് ഉണ്ടാവുന്ന ല്യൂക്കോട്രൈൻസ് ഉണ്ടല്ലോടാ, ഇറ്റ് ക്യാൻ കോസ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. അപ്പോൾ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ബോഡി ഇസ് ട്രൈങ് ടു ടെൽ us, സി ഇഫ് ദർ ഇസ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നമ്മൾ കുറേ ഇൻഹേൽ ചെയ്യോ? ഇല്ല എന്ന് പറയുമ്പോൾ കുറേ ഡസ്റ്റ് നമ്മുടെ ബോഡീൻ്റെ അകത്തേക്ക് പോകത്തില്ല. അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റീവ് മെഷറായിട്ട് ചെയ്യുന്നതാണ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. Now remember, normally ഇപ്പം let's say a normal person, he got headache or a toothache, okay, and he took an analgesic, a painkiller എടുത്തു. And aspirin, you know aspirin is an analgesic അല്ലേ? Or let's say a person got fever, so aspirin is an antipyretic also. So normal person aspirin എടുക്കുമ്പോൾ ഉണ്ടല്ലോടാ, see it does help in reducing the temperature, it does reduce the pain, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ ആസ്പിരിൻ ചെന്നിട്ട് ഈ കോക്സ് പാത്വേനെ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ആസ്പിരിൻ വൺ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദ കോക്സ് പാത്വേ. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ടാവോ? ഇല്ല. എടാ യൂഷ്വലി പ്രോസ്റ്റാഗ്ലാൻഡിൻസും ല്യൂക്കോട്രൈൻസും ഒരു ബാലൻസിലാണ് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നത് അല്ലെ, ഇൻഫെക്ഷനും അലർജിയൊക്കെ ഉള്ള സമയത്ത്. ഓക്കെ, പക്ഷേ ഈ ആസ്പിരിൻ എടുക്കുന്ന സമയത്ത് കോക്സ് പാത്വേ അങ്ങ് ബ്ലോക്ക് ചെയ്യാണ് അത് ചെന്നിട്ട്. ഓക്കെ, അപ്പോൾ അരാക്കിഡോണിക് ആസിഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ അരാക്കിഡോണിക് ആസിഡിന് ഏത് പാത്വേ, സി കോക്സ് പാത്വേ എന്തായാലും ബ്ലോക്കായി, ഒരു റോഡ് പോലെയാണ്, കോക്സ് പാത്വേ ബ്ലോക്കായി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ഈ അരാക്കിഡോണിക് ആസിഡ് എല്ലാം ഈ ഒരു ലോക്സ് പാത്വേയിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് ലോട്ട് ഓഫ് ല്യൂക്കോട്രൈൻസ് ആർ ഫോംഡ് ആൻഡ് എ ലോട്ട് ഓഫ് ല്യൂക്കോട്രൈൻസ് ആർ ഫോംഡ്. അപ്പോൾ കുറേ ല്യൂക്കോട്രൈൻസ് ഉണ്ടായാൽ എന്ത് പറ്റും? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാകും. അപ്പോൾ യൂഷ്വലി ഒരു നോർമൽ പേഴ്സൺ അത്രയും അത് അറിയണമെന്നില്ല ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നത് മൈൽഡായിട്ടായിരിക്കും. ഓക്കെ, ചിലർ അറിയത്ത് പോലുമില്ല. പക്ഷേ സി ഒരു ആസ്മയുള്ള ഒരാൾ അല്ലെങ്കിൽ നേസൽ പോളിപ്പുള്ള ആൾക്കാരിൽ യൂഷ്വലി അവർക്ക് അസോസിയേറ്റഡ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ആസ്മയിലും അറിയാമല്ലോ അവർക്ക് ബ്രെത്ത്ലെസ്നെസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് രണ്ടുമുള്ള ഒരാൾ ആസ്പിരിൻ എടുത്താൽ എന്ത് പറ്റും? കുറേ ല്യൂക്കോട്രൈൻസ് ഫോം ചെയ്ത് കാരണം അയാൾക്ക് കൂടുതൽ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും, അപ്പോൾ ശ്വാസമുട്ടൽ കൂടുതൽ ആവാം. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എ പേഴ്സൺ വിത്ത് ആസ്മ ഓർ നേസൽ പോളിപ്പ് ഹി ഷുഡ് not be taking aspirin or any other NSAID unless it's very needed. അപ്പം ഇങ്ങനത്തെ NSAID like ibuprofen അല്ലെങ്കിൽ ആസ്പിരിൻ ഒക്കെ അവോയ്ഡ് ചെയ്യാം. Alright, so ഈ Samter'S triad is also called as what guys? Aspirin എക്സാസ്പിറേറ്റഡ് റെസ്പിറേറ്ററി ഡിസീസ് എന്ന് വെച്ചാൽ ആസ്പിരിൻ കാരണം കൂടുന്ന റെസ്പിറേറ്ററി ഡിസീസ് എന്നാണ് അതിൻ്റെ വേറെ ഒരു പേര്, Samter'S triad. ആൻഡ് സി ഈ ഒരു ട്രയഡ് ആദ്യമേ പറഞ്ഞ ഡോക്ടറിൻ്റെ പേരാണ് മാക്സ് സാംറ്റർ. അതുകൊണ്ടാണ് ഈ ട്രയഡിന് ഇങ്ങനെ ഒരു പേര് വന്നത്. ഓക്കെ, ഹി വാസ് എൻ ഇമ്മ്യൂണോളജിസ്റ്റ്. ഓൾറൈറ്റ്, സോ അഗൈൻ ആസ്മ, നേസൽ പോളിപ്പ് ഉള്ള ഒരാളിൽ ദേ ഷുഡ് നോട്ട് ബി ടേക്കിംഗ് NSAIDs, ആസ്പിരിൻ, ഇബിപ്രോഫൻ ഒന്നും എടുക്കാൻ പാടില്ല ഐഡിയലി, ബിക്കോസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദെയർ ബ്രെത്ത്ലെസ്നെസ്. ദിസ് മച്ച് അണ്ടർസ്റ്റുഡ് ഗൈസ്? Right? Any doubts? No, right? Okay. So yeah, please give me your feedback. I'll see you in the next class. Ta-ta.